കമോൺ ഗൈസ്, ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ചെറി ബ്ലോസം വെച്ച് വയ്ക്കാമല്ലോ. അതും നമ്മൾ എന്ത് ചെയ്യണത്, ബഡ്സ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു 5 ബഡ്സ് എടുക്കുക, എന്നിട്ട് ഇതിൽ കാണാൻ പോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടൊരു സ്കെച്ച് പെൻ എടുക്കുക. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അതിപ്പോൾ സ്കെച്ച് പെന്നില്ല വിചാരിച്ച് ഏതെങ്കിലും പെയിൻറ്റ് എടുത്തിട്ട് ചെയ്താലും മതി. എന്താ ചെയ്യുക, അതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കളർ ചെയ്തെടുക്കുക നമ്മൾ ആ ബഡ്സിനെ മൊത്തം. എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ എന്താ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അങ്ങനെ കുത്തി കൊടുക്കുക. ഏകദേശം ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ അങ്ങനെ കുത്തി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അവിടെ ഇവിടെ അങ്ങനെ കുത്തി നിരത്തിൻ്റെ കുത്തി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയായി കണ്ടു കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവറിൻ്റെ മുട്ട ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനെന്താ ചെയ്യുക, ജസ്റ്റ് ഒറ്റ സിംഗിൾ പഠിച്ചെടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക. അതേപോലെ തന്നെ കളറാക്കി കണ്ടിട്ട് അവിടെ അതായത് കുറച്ച് കുത്തി കൊടുത്താൽ മതി കേട്ടോ, ഫ്ലവറിൻ്റെ അത്ര വേണ്ട. അപ്പം അതും റെഡിയാവും. പിന്നെ നമ്മളൊരു ബ്രൗൺ കളർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വരച്ചെടുക്കുക. അത് നമ്മൾ ആ ഒരു കൈയിൻ്റെ നമ്മൾ കുത്തി കൊടുത്ത ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് അങ്ങനെ വരച്ച് പോയാൽ മതി. അപ്പോൾ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഫ്ലവർ കുറച്ചും കൂടി കൂട്ടാൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുള്ള ഷെയ്ഡുള്ള കളർ എടുത്തിട്ട് ഒന്ന് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് 2 ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. 2-3 ലൈനൊക്കെ ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ വരച്ച് കൊടുത്താൽ അപ്പോൾ ഫ്ലവർ ആ പെർഫെക്ഷനിൽ നല്ല വൃത്തിയിൽ വന്നോളൂ. അപ്പോൾ നമ്മൾ സാധനം ഏകദേശം സെറ്റായി. ഇനി നമുക്കിങ്ങനെ കുറച്ച് ഇതളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വീണ പോലത്തെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സെയിം ഒറ്റ സിംഗിൾ പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ അങ്ങനെ ഫുള്ളായിട്ട് അമർത്തി കുത്താതെ സൈഡ് ഇങ്ങനെ ചെരിച്ച് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വീണ എഫക്റ്റ് വരും. അപ്പോൾ സാധനം ഇങ്ങനെ ഇഷ്ടമായാൽ കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.